ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരിക്കുകയും ദേവസ്വം കമ്മീഷണറായിരിക്കുകയും ഒരു തവണ 2 വർഷക്കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലെ പ്രസിഡൻ്റായിരിക്കുകയും ചെയ്ത എൻ വാസുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ ഇതുവരെ അറസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്വാധീനശേഷിയുള്ള ആളുടെ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഒരു ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയിട്ടില്ല. ഇതാദ്യമായി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോകുന്നു. പക്ഷേ പോകുന്നത് പ്രസിഡന്റായിരുന്ന കാലത്തെ കൃത്യത്തിനല്ല, കമ്മീഷണറായിരുന്ന കാലത്തെ കൃത്യത്തിനാണ്. അല്ല, ഈ ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ളയെന്നല്ല, ഒരു കൊള്ളേൻ്റെ ഭാഗത്തിൽ ജയിലിൽ പോയിട്ടില്ലല്ലോ. അപ്പം ഈ ഉപ്പ് നിന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തിനൊന്നും പറയാൻ കഴിയില്ല. കാരണം ഈ പ്രായത്തിൽ അദ്ദേഹം ജയിലിൽ പോവുക എന്ന് പറയുന്നതിൻ്റെ അതൊരു എന്താ പറയുക, തെറ്റ് ചെയ്തുകൊണ്ടാവാം എന്ന് വിശ്വസിക്കാം. അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ വലിയ രീതിയിൽ അനധികൃതമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്യാങ് വർക്ക് അവിടെ നടന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ കുറച്ച് നാളത്തെ ഒരു വർക്ക് കാണുമ്പോൾ കുറച്ച് പ്ലാനായി അവരെ തന്നെ വരുന്നു, അവർ തന്നെ കമ്മീഷണറാവുന്നു, അവർ തന്നെ പ്രസിഡൻ്റ് ആവുന്നു. അതിനുശേഷം അവരുടെ ഓഫീസ് അസിസ്റ്റൻറ്റിനെ പിടിച്ച് അവരെ സ്വന്തം അസിസ്റ്റൻ്റ് ആക്കുന്നു. അപ്പം അവിടുത്തെ അവരുടേതായ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ശബരിമലയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അതിന് ഭാഗമായവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വലിയ രീതിയിലുള്ള എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പാളി, അതുപോലെ തന്നെ ഇന്നലെ 2 ദിവസം മുന്നേ പറയില്ലേ, ഒരു സ്വർണ്ണപ്പാളി ഊരിയിട്ട് സൈഡിൽ വെച്ചിരിക്കുകയാണ്. അതാരും നോക്കാനില്ല, അത് എടുത്തു കൊടുക്കാനില്ല, എടുത്തുകൊണ്ട് പോകാനില്ല. കാരണം അതിനൊക്കെ അവർ അത്രയേ അതിന് വില കൽപ്പിച്ചിട്ടുള്ളൂ. ഒരു പരിധി കഴിഞ്ഞ് അധികാരം വരയിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം ഒരു കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരമാധികാരിയായി വിലസുന്ന ഒരാളാണ്. എല്ലാ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യലും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി അങ്ങനെ ഒരാൾ പ്രസിഡന്റ് ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ഔചിത്യം പാലിക്കണമായിരുന്നു, കുറച്ച് ജാഗ്രത പാലിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ശബരിമലയെ നടത്തേണ്ടതും എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങളെന്ന് അറിയാവുന്ന ആളെന്നാണ് വാസു എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു കാഠിന്യമുള്ള കുറ്റകൃത്യമായി പാർട്ടിയും അതുപോലെ തന്നെ എല്ലാവരും പോലീസും ഇതിനെ കാണാനുള്ള കാരണം അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ അഭിഭാഷകനായിരുന്ന കമ്മീഷണറായിരുന്ന സമയത്ത് ഇതുപോലെ ചെമ്പുപാളി അല്ല സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്നെഴുതി അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതുക എന്ന് പറയുന്നത് കമ്മീഷണർ ആയതുകൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നില്ല പ്രസിഡന്റ് ആണെങ്കിലും ഒരിക്കലും അങ്ങനെ പറ്റുമല്ലോ. കാരണം കമ്മീഷണറോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കലാണ് പ്രസിഡന്റ് സംബന്ധിച്ച്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ പ്രസിഡന്റാണ്. പക്ഷേ ഒരു എന്താണ് പറയുക, പൊളിറ്റിക്കൽ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിൻ്റെ പോസ്റ്റ് എന്ന് പറയുക. പക്ഷേ കമ്മീഷണറുടെ പോസ്റ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല, അല്ലേ? പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നിക്കുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഒരാൾ ചെയ്യുന്ന പോലെയല്ല കമ്മീഷൻ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യാന്ന് പറയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ രേഖകളും കറക്റ്റായിരിക്കണം. എന്താണ് അവിടെ നടക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണ അവിടെ ഉണ്ടാവണം. എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ പർച്ചേസ് ചെയ്യണം, എന്തൊക്കെ പുതിയ പ്ലാനാണ്. ഇപ്പം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതൊക്കെ കമ്മീഷണർ നേതൃത്വത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുതിയ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റേത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ധാരണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് വേണം. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റുമ്പോൾ അത് ചെറിയ തെറ്റായി കാണാൻ കഴിയില്ല എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ CPM എത്ര അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ CPMൻ്റെ രീതിയിൽ എല്ലാ ധാരണകളുള്ള ഒരാളെ ഇതുപോലെ ഒരു പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും എന്നുള്ളത് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കമ്മീഷണറായ സമയത്ത് തെറ്റ് ചെയ്തിരുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. എന്ത് നടപടി, ഇപ്പം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VIP എൻട്രിക്ക് പല ഉദ്യോഗസ്ഥന്മാരാണ് അതിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കാരണം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിനേക്കാളും കൂടുതൽ അവിടെ ആ സംവിധാനമായിട്ട് നിന്ന് പോകുന്നതാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ദേവസ്വം ബോർഡിൽ ഇപ്പം ഒരു ക്ഷേത്രത്തിലുള്ള ഉദ്യോഗസ്ഥൻ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടെ വേറൊരു പോസ്റ്റിലേക്ക് പോകുന്നില്ല. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലാണ് ഇവർ നിന്ന് പോകുന്നത് എപ്പോഴും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇപ്പം എന്താ പറയുക, വലിയ രീതിയിൽ ക്ഷേത്രത്തിലേക്ക്, കാരണം ദൈവവിശ്വാസവും മറ്റുള്ള സംവിധാനം തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ദൈവവിശ്വാസത്തോട് കൂടി നിൽക്കുന്ന ഉദ്യോഗസ്ഥനെയും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളായിട്ടാണ് കാണാം. അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് എപ്പോഴും. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്കൊക്കെ ഇങ്ങനെ ഒരു ആൾക്കാരെ പറ്റിക്കാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം ഒരു തന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു പോറ്റിയാണ്, അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിലാഷങ്ങളെല്ലാം നടപ്പിത്തരാം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ കട്ടിലപ്പാളിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പൂജിക്കാൻ കഴിയുന്നത്. കാരണം ശബരിമലയിലെ പാളി എന്നുള്ള നിലയ്ക്കാണ് പൂജ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഒരു കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് വലിയ
ജാഗ്രത പാലിക്കണമായിരുന്നുള്ളതാണ്. അപ്പം ഇത് സ്വർണ്ണപ്പാളി ചെമ്പുവാളി എന്ന് എഴുതുമ്പോൾ അത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുവാളിയാണോ എന്ന് നോക്കിയിട്ട് വേണം. ഇനി അദ്ദേഹത്തിൻ്റെ അറിവ് കുറവാണെങ്കിൽ അത് നോക്കണ്ടേ, ചെമ്പുവാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്ന്. അല്ലെങ്കിൽ അത് ഞാൻ പാളി കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതായിക്കോട്ടെ എന്ന് പറയാൻ പാടില്ലല്ലോ. അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് തീരുമാനിക്കണമെന്ന്. അത് മാത്രമല്ല, സ്വർണ്ണം പൂശിയതിന് ശേഷം കുറച്ച് സ്വർണ്ണം ബാക്കിയിട്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ എടുത്തോളാം എന്ന് പറയുകയാണ്. അല്ല, നീ എടുത്തോ എന്ന് പറഞ്ഞാൽ തുല്യാണ്. സൈലൻസ്. കാരണം എൻ്റെ അടുത്ത് 50 പവൻ സ്വർണ്ണം ഇരിക്കുകയാണ്, ഞാൻ പൂശിയതിന് ശേഷം ബാക്കിയുള്ള സ്വർണ്ണമാണ്. ആരുടെ സ്വർണ്ണമാണ്? ശബരിമലയിലെ സ്വർണ്ണമാണ്. അത് എന്ത് ചെയ്യണം എന്ന് പറയണ്ടേ? ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർ, പിന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക്, ശബരിമലയിലെ കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്താ പറയേണ്ടത്? ആ സ്വർണ്ണം എന്ത് ചെയ്യണം? ആ സ്വർണ്ണം ശബരിമലയ്ക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് പറയും. എന്നിട്ട് ഇദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ ഒരു കുട്ടികളെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ചോദിച്ച് മെയിൽ അയക്കുകയാണ്. ആ മെയിലിൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. അതൊരു ബന്ധത്തിൻ്റെ പുറത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തെളിവുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാൾ അപ്പുറം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൊടിമരത്തിലെ വാജിവാഹനം പിന്നെ കയ്യിലില്ല, അല്ല പിന്നെന്താണ് വീട്ടിലുണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുന്നത് അവിടെ മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയുടെയും മൊത്തത്തിലൊരു ശുദ്ധീകരണത്തിൻ്റെയും പ്രശ്നം അവിടെ മൊത്തത്തിലുണ്ട്. അതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംവിധാനം ഇറങ്ങിയാൽ മാത്രമേ നേരെയാവുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഹൈക്കോടതി നല്ല രീതിയിൽ അതിന് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല SIT അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുമ്പം ഞാൻ വിചാരിക്കുന്നില്ല ഇതിന് മേലേക്ക് പോകും എന്നുള്ളതിനൊക്കെ ഒരു പറയേണ്ടത് പറയും. കാരണം അതിൻ്റെ ഒരു പരമാധികാരി എന്ന് പറയുന്നത് കമ്മീഷൻ നിലയ്ക്കാണ്. ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് വാജിവാഹനം പോയിക്കോട്ടെ, അവിടുന്ന് കട്ടിലപ്പാളി ഇറക്കിക്കൊണ്ട് പോയിക്കോട്ടെ, അവിടെ സ്വർണ്ണം എടുത്ത് പിന്നെ ചെന്നൈയിൽ കൊണ്ട് പൂശിക്കോട്ടെ, അല്ലെങ്കിൽ പാളിക്ക് സ്വർണ്ണം അടിച്ചോട്ടെ എന്നൊന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ശബരിമല പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ ഒരു സംവിധാനം ഉള്ളിടത്ത് വേണ്ടി വരുന്നതിനുമില്ല. കാരണം അവിടേക്ക് എത്താറ് പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റോടുകൂടി അവസാനിക്കും. പക്ഷേ ഇതുപോലെയുള്ള സ്ട്രോങ് ആയ ആൾക്കാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ വളരെ ചുരുക്കം റോളുകളെ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് പത്മകുമാർ പ്രസിഡൻ്റായ സമയത്തും പത്മകുമാർ ഇനി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഉദാഹരണം, ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന ആൾ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ, അടുത്ത ടൈമിലേക്ക് പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നല്ല പവർ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റുന്നത്. പത്മകുമാറിന് നല്ല പവറുള്ള ആണോ? അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ അത്രയും കുറച്ച് ഇൻഫ്ലുവൻസ് ആർക്ക് പിന്നെ ഇദ്ദേഹത്തിന് നടത്താൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്തെ പ്രസിഡന്റ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വെക്കാം. അപ്പം ഈ എൻ വാസുവിനെ പ്രസിഡന്റ് ആക്കുന്നു. എൻ വാസുവിന് നല്ല പ്രാപ്തിയുണ്ട്, അതുപോലെ തന്നെ പത്മകുമാർ പാർട്ടി ഉണ്ടാവാം. പക്ഷേ ഈ സ്വർണ്ണ വാതിൽ പിന്നെ ചെമ്പുവാതിൽ എന്ന് എഴുതാൻ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അത് എഴുതുന്ന ആൾക്കാണല്ലോ അതിനേക്കാളും കുറിച്ച് ധാരണയുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ പത്മകുമാറിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയിലേക്കോ ഈ കേസ് എത്തേണ്ട സാഹചര്യം പോലും ഇല്ലയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത് അവിടെ നടന്നത് എന്താണ്, അവിടുത്തെ അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ മുഴുവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വാസുവിനെ ഒഴിവാക്കിയിട്ട് അവർ അന്വേഷണം നടത്തി പ്രാക്ടിക്കലല്ല. കാരണം എന്തുകൊണ്ടാണ് 3 പേരും ഓൾറെഡി വാസുവിനെതിരെ മൊഴി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹമാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസുവിനെ ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് പറയണം? വാസു വന്നിട്ട് പറയണം ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ പ്രശ്നമാണ്, അല്ല പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയണം. അങ്ങനെ പറയുന്ന ഒരാളെന്നുള്ളത് അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് അറിവില്ലാത്ത ആൾക്കാരല്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ഒരു സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തും വർഷങ്ങളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്, ഇത്ര പ്രായമുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ വരായികളൊക്കെ നല്ല ധാരണയുള്ള ആളെന്നുള്ള നിലയ്ക്ക് അതോടുകൂടി ഈ കേസ് അവസാനിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.